ഇന്നൊരു എക്സാം ദിവസമാണ് കേട്ടോ. ഇത് രാവിലെ എണീച്ച് കുളിച്ച് ഫ്രഷായി ഇങ്ങനെ ഇരിപ്പുണ്ട്. എന്തിനെന്ന് ചോദിച്ചാൽ അറിയില്ല. ഞാനാണെങ്കിൽ ഇന്നലെ രാത്രി കിടക്കാൻ നേരത്താണ് പഠിക്കാൻ തുടങ്ങിയത് പോലും. ഞാനങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്ന ദിവസങ്ങളോളം പഠിക്കുന്ന കൂട്ടത്തിലുള്ളതൊന്നുമല്ല. ഞാൻ തലേന്ന് രാത്രി ഉറങ്ങാൻ നേരത്ത് എല്ലാവരും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ പഠിക്കാൻ തുടങ്ങും. അതും 2, 3 എണ്ണം വായിക്കുമ്പോൾ തന്നെ ഞാൻ ഉറങ്ങിപ്പോകും കേട്ടോ. 12 മണിയായപ്പോൾ ഞാൻ ദേ കുളിച്ച് ഫ്രഷായി. 1:30ക്കാണ് എക്സാം. എന്നിട്ട് ഞാൻ വിചാരിച്ചു താഴോട്ട് പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അപ്പു കാര്യമായിട്ട് എന്തോ അന്വേഷിക്കുന്നുണ്ട്. പേനയോ എന്തെങ്ങാണ്ടാണ് ഈ കിടന്ന് തപ്പുന്നത് കേട്ടോ. കഴിഞ്ഞ എക്സാമിന് കൊണ്ട് വെച്ചതെങ്ങാണ്ടാണോ തോന്നുന്നു. സുലുവും കാര്യമായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നേരെ ക്യാൻറ്റീനിൽ പോയി. ഇന്ന് സാമ്പാറും ക്യാബേജും ക്യാരറ്റും കൂടെ ഇട്ടൊരു വറവ് തോരനും കൂടെ ആയിരുന്നു ഇന്നത്തെ ഫുഡ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാമായിരുന്നു. ഇന്ന് മിന്നു വന്നില്ലായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാമായിരുന്നു. പിന്നെ എക്സാമിന് കയറുന്നതിന് മുമ്പ് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് അവിടെ ഇരുന്നിട്ടുണ്ടായി. പിന്നെ എക്സാമൊക്കെ കഴിയണതിന് സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് പ്രൊജക്റ്റിൻ്റെ റിപ്പോർട്ടൊക്കെ നമ്മൾ ചെയ്ത് വെച്ച സാധനമൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുണ്ടല്ലോ, എത്ര നാളത്തെ കഷ്ടപ്പാടാണെന്നറിയോ. അത് കഴിഞ്ഞ് ഞാനും അപ്പവും കൂടെ എന്ത് ചെയ്തു, ഒരു ചായ കുടിക്കാമെന്നും പറഞ്ഞ് പുറത്തോട്ട് പോയി കേട്ടോ. ഞങ്ങളാകെ എക്സാം എഴുതി ക്ഷീണിച്ച് പോയി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവിടെ ഇരുന്ന് എങ്ങനെയെങ്കിലും പുറത്തോട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. നല്ല കാറ്റ്, പെട്ടെന്നൊരു കാറ്റും ഇരുണ്ട് കയറി ഭയങ്കര കാറ്റും മഴക്കോളും, അങ്ങനെ ആ ഒരു സംഗതിയായിരുന്നു കേട്ടോ. പക്ഷെ നല്ല കാറ്റായിരുന്നു, അവിടെ നിൽക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി, ഞാനൊരു സമൂസയും അവളൊരു ചെറിയ ബ്രെഡ് സാൻഡ്വിച്ചും മേടിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ റൂമിൽ വന്ന് ഞാനൊന്ന് ഫ്രഷപ്പായി. ഫ്രഷപ്പ് ആവുകയെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്ന് ഫ്രഷപ്പായിട്ട് ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, കിടന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങണം. അപ്പോൾ ഒന്ന് ഉറങ്ങി എണീറ്റ് തന്നെ രാത്രി ഫുഡ് കഴിക്കാറായി. പിന്നെ ഞങ്ങൾ പോയി ചോറും ചിക്കൻ കറിയൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ പിറ്റേന്ന് എക്സാം ഇല്ലാത്തത് കൊണ്ട് വീണ്ടും കിടന്നുറങ്ങാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.